അപ്പോൾ ഞങ്ങൾ പറയുന്നത് മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കുന്നതായിരുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സാറ് ഒരു പരിധി വരെ ഭാരതം തോൽക്കാതിരിക്കാനാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. ഞങ്ങൾക്കറിയാം സാറിന് ഒത്തിരി ഭീഷണികളും കാര്യങ്ങളൊക്കെ ഈ സമയം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്തോളം 95 വന്ന വഖഫ് ആക്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒറ്റസാധ്യത. അപ്പോൾ സാറ് DCC സ്ഥാനം രാജിവെച്ചു. അതായത് താൻ വിശ്വസിച്ച ഒരു പ്രസ്ഥാനം നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് സാർ അത് രാജിവെച്ചത്. ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് സാറ് രാജിവെച്ചു. ഇനി സാർ തിരിച്ച് ആ പ്രസ്ഥാനത്തിലോട്ട് പോകും? ഉറപ്പായിട്ട് പോകും. എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാട് മാറ്റിയാൽ, പാർട്ടി സ്റ്റാൻഡ് മാറ്റി ഈ സമുദായ വിദ്വേഷമില്ലാതെ ജനാധിപത്യവും മതതീർത്ഥവും കാക്കാൻ പാർട്ടി തയ്യാറായ സാധ്യതയില്ല. അല്ല, നമ്മൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇല്ലെങ്കിൽ അടുത്ത കാര്യത്തെക്കുറിച്ച് എന്നോടൊപ്പം ഇപ്പം ചർച്ച ചെയ്യുന്ന വർത്തമാനം പറയുന്ന ആളുകളുണ്ട്. എന്നോടൊപ്പം രാജിവെക്കാൻ 1000 പേര് നിൽക്കുക. അതിൽ 1000 പേരിൽ 100 പേര് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും 50 പേര് CPM ഭാരവാഹികളുമാണ്. അത്ര ആളുകളുടെ മുമ്പിൽ ഞാൻ പറയുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കുക. അത്ര ആൾക്കാർ എന്നോടൊപ്പം രാജിവെക്കാൻ തരാം. ഞങ്ങളോട് പ്രതിപക്ഷം പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഈ ഒരു പ്രദേശം കോൺഗ്രസിന്റെ ഒരു പ്രദേശമാണ്. കോൺഗ്രസിനെ വെറുത്തു കഴിഞ്ഞു. കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൽ തന്നെ വെറുത്തു കഴിഞ്ഞു. അത് അല്ല അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ വരെ, കാരണം ഒരു പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ ആ പ്രതിപക്ഷത്തിന്റെ പാർട്ടിയാണ് ഇപ്പൊ സുപ്രീം കോടതിയിലോട്ട് പോയാക്കുന്നത് ഞങ്ങൾക്കെതിരെ. അപ്പോ അങ്ങനെ വരുമ്പോൾ സാറിന്റെ നിലപാട് എന്താണ്? കാര്യത്തിൽ നിലപാട് ഞാൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പോയില്ല, അഭിപ്രായം പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി കൃത്യതയില്ല. കേസ് എന്നെ സ്വന്തം അടുപ്പുള്ള ആളാണ്. നിങ്ങളുടെ MLA ഹൈബിയുടെ മാത്രം ചെറിയൊരു തമാശ പോലെ പറഞ്ഞു. അത്തരം കാര്യത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റിയല്ല. അവർ ചെയ്തത് മുഴുവൻ കൃത്യമല്ല എന്ന് എൻ്റെ അഭിപ്രായം. കൃത്യമല്ല. നിങ്ങളോടൊപ്പം നിൽക്കാൻ ഇവർ തയ്യാറാണ്. അപ്പം നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർ വേണ്ട, ഞാൻ നിങ്ങളൊപ്പം ഉണ്ട്. ഞാൻ ഉണ്ടായാൽ നിങ്ങൾക്കൊരു ഗുണമുണ്ടെന്നില്ല. പക്ഷേ അത്രക്കാരെ മാറ്റുക എന്നുള്ള നിലപാടാണ് എൻ്റേത്. പിന്നെ എനിക്ക് വേറെന്ന് പറയാം, നിങ്ങളുടെ ഈ സമരം വിജയിക്കട്ടെ. സമരം വിജയിക്കുന്നത് ഒരു 4 ദിവസം തീരുമാനം ഉണ്ടാവും. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാൾ നിന്ന് ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വരികയെന്ന് എൻ്റെ വിശ്വാസം. 4 ദിവസം കൊണ്ട് തീരുമാനം ഉണ്ടാവും. ഞാനുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, എന്നെ വിളിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ 2 ഘടകങ്ങളാണ് കോൺഗ്രസും മാർക്സിസ്റ്റും. ഇവരുടെ യാതൊരു പിന്തുണയും യാതൊരു സപ്പോർട്ടും ഞങ്ങൾക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ ഭരണം CPM-ൻ്റെ ആ പ്രസിഡന്റ് പോലും ഇന്നേ ദിവസം വരെ ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. അതിന്റെ കാര്യം എന്താണ്? രാഷ്ട്രീയമായിട്ട് അവർ പലതും അവർ രാഷ്ട്രീയമാണ്. മുസ്ലിം പ്രചരണം കൊണ്ട് സമുദായ പ്രചരണം കൊണ്ട് എന്തോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം. ഞാൻ വേറെ ഒന്നും തോന്നരുത് പറഞ്ഞോണ്ട്. ഇപ്പൊ ഈ ഭാരതീയ ജനതാ പാർട്ടി വെച്ച ഈ കാലയളവിൽ കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്. സത്യമായിട്ട് ഞങ്ങൾ മീൻ കൊടുക്കുന്നത് ഇല്ല, കോൺഗ്രസ് വെച്ചാൽ പറ്റൂല. ആണെങ്കിൽ അല്ല, ഇപ്പൊ കോൺഗ്രസ് നിലപാട് തന്നെ. ഇപ്പൊ കോൺഗ്രസ് നിലപാട് ഞാൻ എന്തിനാ രാജിവെച്ചേ? ഞാൻ രാജിവെച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ രാജിവെച്ചത്. നിങ്ങൾക്ക് വേണ്ടിയാ. അത് കാര്യം കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നാൽ പോലും ഇക്കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. നമസ്കാരം. മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുനമ്പം ജനതയ്ക്കെതിരെ നിന്നതിൻ്റെ പേരിൽ ഇടുക്കിയിലെ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി ആയിരുന്ന ബെന്നി പെരുവന്താനം അദ്ദേഹം ആ ഒരു ചുമതല രാജിവെച്ച് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ചതിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മുനമ്പം ജനതയോട് ചെയ്തതെന്ന്. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ലേ താങ്കൾ ഈ ഒരു വിഷയത്തിൽ രാജിവെച്ചു? 100% കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. വ്യക്തമായ നിലപാട് സ്വീകരിച്ചായിരുന്നെങ്കിൽ ഞാൻ രാജിവെക്കാം. എനിക്ക്
എനിക്ക് ഇവരെ ആരെയും അറിയില്ല, ഈ ആൾക്കാരെ ആരും അറിയില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ കാണുന്ന കാര്യം, അറിയുന്ന കാര്യം, വാർത്താമാധ്യമങ്ങളിൽ വരുന്ന കാര്യം അറിയുക, അന്വേഷിക്കുക. അങ്ങനെ ശേഷം മുൻപത്തെ പാവപ്പെട്ട ആളുകളെ അവരുടെ എന്താ പറയുക, കരടച്ച വസ്തു, കൈവശമുള്ള വസ്തു, കൈവശ രേഖയുള്ള വസ്തു, അതൊക്കെ മാറ്റാൻ തീരുമാനിച്ചാൽ ഏത് നിയമം വന്നാലും സമ്മതിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. അതുകൊണ്ട് ആ സമരത്തിൽ ഞാൻ പങ്കെടുത്താൽ മാത്രം വന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ 19 MP-മാർ, അത് CPM ഉണ്ട്, കോൺഗ്രസിൻ്റെ 18 MP-മാരും, ഇവരോട് കത്തോലിക്ക സഭ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ ബില്ലിന് അനുകൂലമായിട്ട് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യണം എന്നുള്ളത്. അതിനെ എതിർത്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അതിനുശേഷവും ഈ ബില്ല് പാസ്സായതിൽ മുനമ്പൻ ജനതയ്ക്ക് ഒരു തരത്തിലുമുള്ള ഉപകാരവും ഇല്ല എന്നുള്ളൊരു അധിക്ഷേപവും നടത്തിയിട്ടുണ്ട്. എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? അതിനകത്തുള്ള കാര്യം, അതിനകത്ത് കത്തോലിക്ക സഭ പ്രതികരിച്ചപ്പോഴും കത്തോലിക്കൻ്റെ പേര് ജയിച്ച MP-മാർ, ഇടുക്കി അടക്കം എൻ്റെ MP ഡി കുര്യാക്കോസ, 18 MP-മാരും അക്കാര്യത്തിൽ ഒരു സത്യസന്ധമായ പ്രതികരണം കാണിച്ചില്ല. അത് ശരിയല്ല. അവർ കാണിക്കേണ്ട കാര്യം സത്യമായിട്ട് പറയണം. കാര്യം ആ പറയുന്നതാണ് കാര്യം. അവർ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഒളിച്ചിരുന്നു കൊണ്ട് പിൻവാതിലൂടെ ചില കാര്യങ്ങൾ നടത്തുക. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ നേടുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ UDF. ഇനി ക്രിസ്ത്യൻ സമൂഹം ഏത് രീതിയിൽ ചിന്തിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പം വന്ന വഴിക്ക് യാത്ര ചെയ്ത സമയത്ത് ഞാൻ സംസാരിച്ചു. അടുത്ത ദിവസം എൻ്റെ പഞ്ചായത്ത് പെരുവന്താനം, തൊട്ടടുത്ത് കൊക്കയാറ്, എൻ്റെ അസംബ്ലി മണ്ഡലം പീരുമേട്, ഒരിടത്തും കോൺഗ്രസ് പാർട്ടി ജയിക്കില്ല, UDF ജയിക്കില്ല. പിന്നെ ആര് ജയിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? CPM-നും BJP-ക്കും അവസരം ഉണ്ടാകും. CPM ഇതുപോലെ പരസ്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്, വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള നിലപാട്. അതിനകത്ത് CPM-നെതിരെയുള്ള ശക്തമായ നിലപാട് ജനം കാണിക്കും, പൊതുജനം, വോട്ടർമാർ. ഇപ്പോൾ താങ്കളൊരു രാഷ്ട്രീയ നിലപാട് ഇനി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? അത്ര ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചില്ല. അത് എന്നോടൊപ്പം നിൽക്കുന്ന ഈ കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും CPM-ൽ നിന്നും രാജിവെന്ന് കുറേ പേരുണ്ട്. അവരുടെ ചർച്ച ചെയ്തതിന് ശേഷം വേണം തീരുമാനിക്കാൻ. വഖഫ് ബില്ലിനെ പരസ്യമായിട്ട് പാർലമെന്റിൽ എതിർക്കുന്ന ഒരു നിലപാടെടുത്ത കോൺഗ്രസിൽ നിന്ന് ഈ ബില്ല് പാസ്സായതിനു ശേഷം എന്ത് നീതിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇനി പ്രതീക്ഷിക്കുന്നത് മുനമ്പൻ ജനത? മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒന്നും ചെയ്തില്ല. ഞാൻ രാജിവെച്ചപ്പോൾ നടത്തിയ പ്രസ് ഞാൻ പറഞ്ഞൊരു മീറ്റ്, വയനാട് MP ആണ് പ്രിയങ്ക ഗാന്ധി അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അവർ പങ്കെടുത്തിട്ട് ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എതിർക്കണം. രണ്ടും ചെയ്ത് അവർക്ക് പോയാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ആ രണ്ടും ചെയ്യാത്ത അവരെ നമ്മളെങ്ങനെ അംഗീകരിക്കും? ഞാനൊക്കെ അവർക്ക് വേണ്ടി ജോലി ചെയ്തതാണ്. അപ്പം നമ്മൾ പ്രിയങ്ക ഗാന്ധി അടക്കം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു AIC സെക്രട്ടറിയാണ്. അവരുടെ ഒരു നിലപാടിലുള്ള കുറവ്, ആ കുറവ് ബോധ്യപ്പെട്ടു. ആ കുറവ് കണ്ടപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് പല പ്രതിസന്ധികളും BJP-ക്കുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ഏകീകരണ സ്വഭാവം BJP-ക്ക് ഇത്തവണ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു 80% വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട്, നമ്മളൊന്നും പറയണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് BJP കനുമായിട്ട് പോകും. ഈ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ട് താങ്കൾ അതിനെ അങ്ങനെ കണക്കാക്കുന്നു? അതന്നെ, കൃത്യമായിട്ട് അങ്ങനെ തന്നെ. കാരണം അവരെ ഒരു സമൂഹത്തെ മാത്രം വിലയിരുത്താൻ വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസും CPM-ഉം നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗം വർഷങ്ങളായിട്ട് UDF-നെ പിന്തുണക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് കോൺഗ്രസിനൊരു തിരിച്ചടിയാകില്ലേ? ആണെങ്കിൽ അത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത്? അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിലാക്കത്തും നമ്മുടെ കുഴപ്പമല്ലോ. നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ DCC KPCC അടക്കമുള്ള പല വ്യക്തികളും ഈ കാര്യം പറഞ്ഞു. പക്ഷേ ഒരു ഈ കാര്യത്തിൽ പോലും ഇപ്പം ഞാൻ ഇവിടെ വന്നു, മുനമ്പൻ വിഷയത്തിൽ പോലും ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല. അവർക്ക് കൃത്യമായി അഭിപ്രായം പറയാം. ഒന്നുകിൽ മുനമ്പത്ത് ഇവർക്ക് ഭൂമി കൊടുക്കണ്ട, ഇവർ സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ കക്ഷികൾ ഔട്ട് ഓഫ് റേഞ്ച്, ഔട്ട് ഓഫ് ഏരിയ അവരുടെ അല്ലെങ്കിൽ വഖഫിൻ്റെയാണ്. അവർ പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നില്ല? കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചാൽ ഞാൻ കോൺഗ്രസ് ഒപ്പം വയ്ക്കും.